നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും G2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ച് ഉള്ള സംഭവം. ആ കല്യാണത്തിന്റെ ഒരു തിരക്കുണ്ടല്ലോ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം വൻ ജനത്തിരക്ക് തന്നെ. അവധി ആയതുകൊണ്ട് എല്ലാവരും സദ്യ കഴിക്കാൻ പോകുന്നത് പോലെ തിയേറ്ററുകളിൽ ആളുകൾ കുടുംബസമേതം തിയേറ്ററുകളിൽ സിനിമ കാണാൻ പോകുന്ന ഒരു കാഴ്ചയാണ്. ബുക്കിംഗ് നിലവാരമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റെക്കോർഡുകൾ തീർത്ത് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് കാണുന്ന ദിവസമായിട്ട് ഇന്ന് മാറി. ഒരു സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ ബുക്കിംഗ് കാണുന്ന ദിവസം ഇന്നാണ്. കേരളത്തിൽ ഇത്രയധികം ബുക്കിംഗ് ഈ 2024 ഇത്രയും 200, 150, 100 കോടികളൊക്കെ അടിച്ച് ഒരുപാട് സിനിമകൾ ഉണ്ടായിട്ട് പോലും ആ സിനിമകൾക്കൊന്നും ഒരു ദിവസം ഇത്രയും ബുക്കിംഗ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ഈ സിനിമകൾ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന ഈ ബേസിൽ ജോസഫ് പൃഥ്വി ചിത്രം അങ്ങ് തകർത്ത് മുന്നേറുക. റെക്കോർഡുകളുടെ തമ്പുരാന്മാരായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരോ. അതുപോലെ തന്നെ ഇന്നലെ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷനും ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ഈ 2 വിവരമാണ് നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇതിന്റെ ഒരു ബുക്കിംഗ് നിലവാരത്തിലേക്ക് ഒന്ന് പോകാം. കേരളത്തിൽ മൊത്തത്തിൽ ആദ്യ 2 ദിവസങ്ങളിലൊക്കെ അല്ലെങ്കിൽ ആദ്യത്തെ ദിവസമൊക്കെ നേടിയ ഫാസ്റ്റ് ഫീൽഡിംഗ് എന്ന് നമ്മൾ നോക്കിയ സമയത്ത് കാണാൻ സാധിച്ചു 200, 250 റേഞ്ചിലായിരുന്നു. കേരളത്തിൽ മൊത്തത്തിലാണ് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയെ കൊച്ചി സിറ്റിയിൽ മാത്രം 200 ഷോയിലധികം ഫാസ്റ്റ് ഫീൽഡിംഗ് ആണ് കത്തിയിരിക്കുന്നത്. അതായത് ഓറഞ്ച് മയം ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ചയാണ്. എനിക്ക് തോന്നുന്നു കൊച്ചി സിറ്റിയിൽ ഈ വർഷം ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ഫീൽഡിംഗ് കൗണ്ട് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് കിട്ടുന്ന ഒരു സിനിമയായിട്ട് ഈ സിനിമ മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊരു റെക്കോർഡ് നേട്ടം തന്നെയാണെന്ന് ആദ്യം തന്നെ പറയട്ടെ. ട്രിവാൻഡ്രത്താവട്ടെ 100 ഷോയാണ് ഫാസ്റ്റ് ഫീൽഡിംഗ് കാണുന്നുണ്ട്. ഓർത്ത് നോക്കണം, ട്രിവാൻഡ്രത്ത് അങ്ങനെ ഒരു സിനിമയും 100 ഷോ ഒക്കെ എത്തുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം. എത്ര ഹിറ്റ് ആയാലും 100 ഷോ ട്രിവാൻഡ്രം സിറ്റിയിൽ ഇച്ചിരി പാടാം. കാരണം ഇപ്പം മോശമല്ല, 100 ഷോകളാണ് ഫാസ്റ്റ് ഫീൽഡിംഗ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയുടെ 4ാമത്തെ വയസ്സായ ഞായറാഴ്ച ഒരു പൊളിച്ചടിക്കുക, ഒരു ഹെവി വോൾട്ടേജിൽ ആളുകളെ കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കോഴിക്കോട് സിറ്റിയിൽ 70 ഷോയാണ് ഫാസ്റ്റ് ഫീൽഡിങ്ങും, തൃശ്ശൂരിൽ 55 ഷോയാണ് ഫാസ്റ്റ് ഫീൽഡിങ്ങും, കൊല്ലത്ത് 40 ഷോയോളം ഫാസ്റ്റ് ഫീൽഡിങ്ങും, ആലപ്പുഴയിൽ 15 ഷോയോളം ഫാസ്റ്റ് ഫീൽഡിങ്ങും, കോട്ടയത്ത് 14 ഷോയോളം ഫാസ്റ്റ് ഫീൽഡിങ്, പാലക്കാട് 10 ഷോയോളം ഫാസ്റ്റ് ഫീൽഡിങ്, പത്തനംതിട്ടയിൽ 5 ഷോയോളം ഫാസ്റ്റ് ഫീൽഡിങ്. അങ്ങനെ കേരളം ഒട്ടാകെ നോക്കുമ്പോൾ 600 ഷോയോളമാണ് ഇന്ന് ഹൗസ്ഫുള്ളിലേക്ക് നീങ്ങുന്ന ഒരു കാഴ്ച. അല്ലെങ്കിൽ ഫാസ്റ്റ് ഫീൽഡിങ് ഓറഞ്ച് മയം കത്തി നീങ്ങുന്നത് കാണുന്നത് റെക്കോർഡാണ്. ഇത് ചരിത്ര മുന്നേറ്റം നടത്താനുള്ള എല്ലാവിധ സാധ്യതയും ഇപ്പം നിലവിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് സൂചകമാക്കുന്നത് ഇന്നലെ വെറും 400 ഷോയ്ക്ക് അടുത്തായിരുന്നു ഫാസ്റ്റ് ഫീൽഡിംഗ് എങ്കിൽ ഇന്ന് അത് 600 ആയിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു കേരള കളക്ഷൻ എന്ന് പറയുന്നത് റെക്കോർഡ് കളക്ഷൻ തന്നെ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ഫീൽഡിങ്ങിന്റെ ഒരു കൗണ്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി മറ്റ് സംസ്ഥാനങ്ങളിലും മോശമല്ല. ബാംഗ്ലൂർ 60 ഷോയോളം ഫാസ്റ്റ് ഫീൽഡിങ്, ചെന്നൈ സിറ്റിയിൽ 30 ഷോയോളം ഫാസ്റ്റ് ഫീൽഡിങ്ങും, ഹൈദരാബാദിൽ 8 ഷോയോളം ഫാസ്റ്റ് ഫീൽഡിങ്. അങ്ങനെ കേരളത്തിന് ബാക്കി ഈ പറഞ്ഞ സംസ്ഥാനങ്ങൾ കൂടാതെ ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ ചെന്നൈ, തമിഴ്നാട് എല്ലാം കൂടെ നോക്കുമ്പോൾ 120 ഷോയോളം ഫാസ്റ്റ് ഫീൽഡിംഗ് ആണ് ഇന്ത്യയിലെ കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിലെല്ലാം കൂടെ ഫാസ്റ്റ് ഫീൽഡിംഗ് കാണുന്നത്. ഇങ്ങനെ ഇന്ത്യ ഒട്ടാകെയുള്ള ഫാസ്റ്റ് ഫീൽഡിംഗ് കൗണ്ട് നോക്കുമ്പോൾ 700 ഷോയിൽ പുറത്ത് ഫാസ്റ്റ് ഫീൽഡിംഗ് ആണ് ഈ 4ാമത്തെ ദിവസം ഞായറാഴ്ച കാണുന്നത്. ഒരു സൂപ്പർ സൺഡേ. ഇതാണ് സൺഡേ എന്ന് പറയുന്നത്. സൺഡേ ഗുരുവായൂർ അമ്പലനടയിലേക്ക് കല്യാണ സദ്യ കഴിക്കാനായിട്ട് ആളുകൾ എത്തുന്നതിനേക്കാൾ തിരക്കാണ് ഈ സിനിമ കാണാൻ തിയേറ്ററുകളിൽ എന്ന് നിസ്സാരമായിട്ട് പറയാൻ സാധിക്കും. ഇനി ഇതിന്റെ ഒരു കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്നലെ ഒഫീഷ്യലായിട്ട് പുറത്തു വന്ന 3ാമത്തെ ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് കേരളത്തിൽ നിന്നും 4.5 കോടി രൂപയോളം കളക്ഷൻ സ്വന്തമാക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മൊത്തം 11,90,00,000 രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് 3 ദിവസം കൊണ്ട്. ഇന്ന് എന്തായാലും ഒരു 5.5-6 കോടി റേഞ്ചിലുള്ള കളക്ഷൻ കേരളത്തിൽ നിന്നും സ്വന്തമാക്കാൻ സാധ്യതയുണ്ട്. മിനിമം 5 കോടി രൂപയ്ക്ക് പുറത്ത് കേരള കളക്ഷൻ മാത്രം വരാൻ സാധ്യതയുണ്ട്. ബാംഗ്ലൂർ സിറ്റിയിലാവട്ടെ ഇന്നലെ 63 ലക്ഷം രൂപയോളം സ്വന്തമാക്കി. അപ്പോൾ ഒരു റെക്കോർഡ് തന്നെയാണ്. ചിലപ്പം 1 കോടി രൂപയ്ക്ക് അടുത്ത് കൂടി ഇന്നത്തെ കളക്ഷൻ വരാൻ സാധ്യതയുണ്ട്. മൊത്തം അവിടെ 1,28,00,000 രൂപയാണ് 3 ദിവസം കൊണ്ട് സ്വന്തമാക്കിയത്. പിന്നെ തമിഴ്നാട് ചെന്നൈ സിറ്റിയിലാവട്ടെ തമിഴ്നാട്ടിൽ 27 ലക്ഷം രൂപയോളമാണ് ഇന്നലെ സ്വന്തമാക്കിയത്. മൊത്തം 59 ലക്ഷം രൂപയാണ് 3 ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത്. ഈ 3 സംസ്ഥാനങ്ങൾ കൂടാതെ ബാക്കി എല്ലാ സംസ്ഥാനത്തും കൂടെ ഇന്ത്യയിലെ 40 ലക്ഷം രൂപയോളം ഇന്നലെ സ്വന്തമാക്കി. അങ്ങനെ എല്ലാം കൂടെ 3 ദിവസത്തെ കളക്ഷൻ എന്ന് പറയുന്നത് ബാക്കി സംസ്ഥാനങ്ങളിലെ 68 ലക്ഷം രൂപയാണ്. അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ഇന്നലെ 5,80,00,000 രൂപയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ 3 ദിവസം കൊണ്ട് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും സ്വന്തമാക്കിയതാവട്ടെ
14,45,00,000 രൂപയാണ്. ഇതൊരു സുവർണ്ണ നേട്ടം തന്നെയാണ്. ഇന്ന് ചിലപ്പം ഒരു 7 കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും തന്നെ നേടാൻ സാധ്യതയുണ്ട്. അങ്ങനെ നേടട്ടെ എന്ന് ആശംസിക്കുന്നു. വിദേശ രാജ്യത്ത് നിന്നാവട്ടെ ഇന്നലെ മൂന്നാമത്തെ ദിവസം സ്വന്തമാക്കിയത് 6,55,00,000 രൂപയാണ്. 6.5 കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ മൂന്നാമത്തെ ദിവസം ഈ ബിപിൻ ദാസ് ചിത്രം ഗുരുവായൂർ അമ്പലനടയിൽ സിനിമ സ്വന്തമാക്കിയിരിക്കുകയാണ്. അങ്ങനെ 3 ദിവസം കൊണ്ട് 15,55,00,000 രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ നേടിയിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഇന്നലെ നേടിയിരിക്കുന്നത് 12,35,00,000 രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ന് എന്തായാലും ഒരു 14 കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ വേൾഡ് വൈഡ് കളക്ഷൻ വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇന്നലെ വരെയുള്ള 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 30 കോടി രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഇന്നത്തെ കളക്ഷനോടുകൂടി 45-46 കോടി റേഞ്ചിൽ വരികയും നാളത്തെ കളക്ഷനോടുകൂടി തന്നെ 50 കോടി ക്ലബിൽ ഗുരുവായൂർ അമ്പലനടയിൽ എത്താൻ പോവുകയാണ്. എന്തായാലും 50 കോടി നാളെയും കൊണ്ട് ഉറപ്പിച്ചെന്ന് തന്നെ നിസ്സാരമായിട്ടും പറയാൻ സാധിക്കും. എന്തായാലും 100 കോടിയിലെത്താനുള്ള സാധ്യത ഉറപ്പായിട്ടും ഇപ്പോഴും നല്ല സാധ്യതയുണ്ട്. ഒരു 90% 100 കോടി രൂപയിലേക്ക് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമ എത്താനുള്ള സാധ്യതയുണ്ട്. 100 കോടിയും കഴിഞ്ഞ് മലയാള സിനിമയിലെ ഒരു റെക്കോർഡുകൾ തകർത്ത് തന്നെ മുന്നോട്ട് പോയി മാറട്ടെ എന്ന് മാത്രമാണ് ആശംസിക്കാനുള്ളത്.